ശമ്പള പരിഷ്കരണം ഇല്ല. എന്നാൽ ശമ്പളം കൂട്ടും. നമ്മുടെ ചാനലും മറ്റ് ചാനലുകളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അടുത്ത ശമ്പള പരിഷ്കരണം ഉണ്ടോ? ശമ്പള പരിഷ്കരണത്തിൻ്റെ സമയമായി. അത് ഉണ്ടെന്നും ഇല്ലെന്നും വലിയ തർക്കം നടക്കുന്നു. അത് വേണമെന്നുള്ള സമരം നടക്കുന്നു. ഇനിയൊരു 4-5 മാസക്കാലമേ ഗവൺമെൻറ്റിന് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതൊക്കെ നടപ്പിലാക്കാൻ. കാരണം ഉടനെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നു. അത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന 2, 4, 5 മാസം കൊണ്ട് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. സേവന പെൻഷനുകളൊക്കെ കൊടുക്കണം. ഒരുപാട് പ്രോജക്റ്റുകൾ ഗവൺമെൻറ്റിന് നടപ്പിലാക്കണം. അങ്ങനെ ഉദ്ഘാടനങ്ങളുടെയും പ്രോജക്റ്റുകളുടെയൊക്കെ ബഹളത്തിനിടയിൽ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഒരു കമ്മീഷനെ വെച്ച് കൂട്ടിയെടുക്കാൻ സമയമില്ല. എന്നാൽ ശമ്പളം കൂട്ടുമോ? ഇത് ഉദ്യോഗസ്ഥരുടെ ഇതിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നൊരു വിഷയമാണ്. എന്നാൽ ഈ ആശങ്കകൾക്ക് വിരാമം വിട്ടുകൊണ്ട് മറ്റൊരു വാർത്ത വരുന്നു. അതിന് പ്രായോഗിക തലത്തിൽ മുൻ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും എങ്ങനെയാണ് നടപ്പിലാക്കുക, അതെങ്ങനെയാണ് ഗവൺമെൻറ് അതിനെ കാണുക എന്നറിയില്ല. എന്തായാലും ശമ്പള പരിഷ്കരണമില്ല, കമ്മീഷനില്ല. പരിഷ്കരണമുണ്ട്, കമ്മീഷനില്ല. പകരം ധനകാര്യ വകുപ്പ് സെക്രട്ടറി തല സമിതിയെ ചുമതലപ്പെടുത്തും. 1973 സി അച്യുതമേനോൻ്റെ മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തിരുന്നു. അന്ന് അദ്ദേഹം കമ്മീഷനെ വച്ചില്ല. കമ്മീഷനെ വയ്ക്കുന്നതിന് പകരം ഈ DA കൂടി വന്ന DAയെ ഡിയർനെസ് അലവൻസിനെ ശമ്പളത്തിൽ ലയിപ്പിച്ച് അതൊരു ശമ്പള സ്കെയിലാക്കി മാറ്റി ശമ്പളം കൊടുത്തു. അങ്ങനെ 1973 ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. 1965 ഒന്നാം ശമ്പള കമ്മീഷൻ വരുന്നത്. 1965 KM ഉണ്ണിത്താൻ അധ്യക്ഷനായിട്ടുള്ള ആദ്യത്തെ സമിതി. പിന്നെ 68 രണ്ടാം സമിതി വീണ്ടും വന്നു. 73 എൻ ചന്ദ്രബാബുവിൻ്റെ നേതൃത്വത്തിൽ മൂന്നാം കമ്മീഷൻ വന്നു. ഇങ്ങനെ ധാരാളം കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളം രൂപീകൃതമായതിനു ശേഷം 58 മാർച്ചിൽ രൂപീകരിച്ചതാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ. അതായത് EMS മന്ത്രിസഭയുടെ കാലത്ത് തന്നെ സർക്കാർ ശങ്കരൻ നാരായണൻ അയ്യർ കമ്മിറ്റി നിയോഗിച്ചത് ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാനാണ്. അങ്ങനെ നിരവധി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2019 ജൂലൈ മുതൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള, ജൂലൈയിലല്ല വന്നത്, ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള 24 ജൂലൈ വരെ ഒക്കെ ഉള്ള കണക്കിൽ ഒരു 18% ക്ഷാമബത്ത കുടിശ്ശികയുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ക്ഷാമബത്ത കൊടുത്തു. ആ കുടിശ്ശിക ഇതിലേക്ക് ലയിപ്പിച്ചാൽ 11ാമത്തെ ശമ്പള കമ്മീഷൻ കഴിഞ്ഞിട്ട് 12ാമത് ശമ്പള കമ്മീഷനെ വയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ 2021 ജനുവരി 30 റിപ്പോർട്ട് നൽകിയ പരിഷ്കാരം നടപ്പാക്കാൻ പിണറായി സർക്കാർ വീണ്ടും വന്നു. കമ്മീഷൻ 10% ഫിറ്റ്നസ് ആനുകൂല്യ ശുപാർശ ചെയ്തിട്ടുണ്ട്. എന്തായാലും 12ാമത് ധനകാര്യ കമ്മീഷൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ K. മോഹൻദാസ് അധ്യക്ഷനായി 2019 ഒക്ടോബറിൽ 11ാം ധനകാര്യ കമ്മീഷനെയാണ് അവസാനം വെച്ചത്. ഇനിയിപ്പോൾ 19, അപ്പം 19, 20, 24 ആകുമ്പോൾ അടുത്ത ശമ്പള കമ്മീഷൻ വരേണ്ടതാണ്. പക്ഷേ ശമ്പള കമ്മീഷൻ ഉണ്ടാവില്ല, ശമ്പളം വർദ്ധിപ്പിക്കും എന്നാണ് പുതിയ നയമെന്നായി കേൾക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. അതോ ഇനി ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ട്, അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമോ? ഈ DA ഒക്കെ കൂട്ടി പുതിയ സ്കെയിലും ഒക്കെ പ്രഖ്യാപിച്ചിട്ട് ഗവൺമെൻറ്റിലേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമോ? അങ്ങനെയാണെങ്കിൽ വരുന്ന ഗവൺമെൻറ്റിൻ്റെ മണ്ടയിൽ ഇരിക്കട്ടെ. ആരായാലും അങ്ങനെയൊക്കെയാണ് കാലാകാലങ്ങളിൽ ഓരോ ഗവൺമെൻറ്റും ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ അവർക്ക് ആദ്യം തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ വരത്തക്ക നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ശൈലിയും കേരളത്തിലുണ്ട്.